എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മെഡി ടോക്കിലേക്ക് സ്വാഗതം. സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രകൃതി ചികിത്സയും സൗന്ദര്യ സംരക്ഷണവും. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് തിരുവല്ല സുഹൃതം നാച്ചുറോപ്പതി യോഗ ആൻഡ് ബ്യൂട്ടി നെസ്റ്റിലെ ഡോക്ടർ സനോജ് ആൻഡ് ജോർജ് ആണ്. സൗന്ദര്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വിളിക്കുമ്പോൾ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് ടി-വിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കുക. നമുക്ക് ഡോക്ടർ സനോജിനെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മളുടെ ഇന്നത്തെ വിഷയം പ്രകൃതി ചികിത്സയും സൗന്ദര്യ സംരക്ഷണവുമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അപ്പൊ നമുക്ക് ആദ്യം സൗന്ദര്യത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അപ്പൊ സൗന്ദര്യത്തിൽ, മുഖ സൗന്ദര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സാധാരണ കാണാറ്? സാധാരണ മുഖ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് മുഖത്തെ പാടുകള്, പിന്നെ മുഖക്കുരു, അത് വലിയൊരു ഇമ്പോർട്ടന്റ്. അതെ അതെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിന് മുഖക്കുരു, പിന്നെ കറുത്ത കരിമളികള്, പിന്നെ കണ്ണിന്റെ അടിയിലത്തെ പാട്, കറുത്ത പാട്, അത് വളരെ ഇമ്പോർട്ടന്റ്. അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ നിറയില്ല എന്നുള്ളതും കൂടി ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാറുണ്ട്. അതിന് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഇതാണ് ഫേസിന്. പിന്നെ സ്കിൻ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഈ മുഖമൊക്കെ ഇങ്ങനെ അല്ലെ, തൊലിയൊക്കെ ചുരുണ്ട് വലിഞ്ഞു വരുന്നതിന് നമ്മൾ അതിന് ഫേഷ്യൽ കൊടുക്കും. അതായത് ഫ്രഷ്, അതായത് എന്താ പറയാ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ പച്ച മഞ്ഞ നമ്മൾ അരച്ചാൽ, പച്ചക്ക് അരച്ചാൽ അത് ഇച്ചിരി കഴിഞ്ഞ് വളിച്ചു പോകും എന്ന് പറഞ്ഞാൽ അതുപോലെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ അത് അരച്ച് പാക്കായിട്ട് ചെയ്യുന്നത്. അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഏതെല്ലാം ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാമോ? പ്രത്യേകതരം ട്രീറ്റ്മെന്റ് ആണോ? കാരണം മുഖക്കുരുവിന് നമ്മൾ നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്, ഫേഷ്യലിന് കൊടുക്കുന്നുണ്ട്, പിന്നെ കറുത്ത പാടുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ കണ്ണിന്റെ താഴെയുള്ള പാടുകൾ. അത് പല റീസൺസും ഉണ്ടാകാം. ചിലർക്ക് ഹോർമോൺസ് ഡിഫറൻസ് കൊണ്ട് വരുന്നതാകാം, പിന്നെ ഉറക്കമില്ലായ്മ ഉണ്ടാകാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ അത് അവരോട് നമ്മൾ ചോദിക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം, ഹിസ്റ്ററീസ് ഒന്ന് എടുക്കും. അപ്പൊ പിന്നെ അല്ല, ഈ ട്രീറ്റ്മെന്റ് ഏത് തരത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മളെ കെമിക്കൽസ് വാങ്ങിക്കാനല്ല, പക്ഷ ഇതായിട്ട് കെമിക്കൽസ് ഒന്നും അല്ല. സോറി ക്ഷമിക്കണം, അതിലേക്ക് വരുന്ന നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, എനിക്കൊന്ന് കോൾ കട്ടായി തോന്നുന്നു. നമുക്ക് സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഒരു ചെടി, ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ചെടി എടുക്കുമ്പോൾ അത് പിഴുതെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നമ്മൾ കാണും അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്റ്റെം, അത് കഴിഞ്ഞിട്ട് ലീഫ്, അതിന് സീഡ്സ്, ഫ്ലവർ, ഇതാ നമ്മൾ കാണാം. അപ്പൊ ഇത് നമ്മൾ ഓരോന്ന് എടുത്ത് പച്ചക്ക് അരച്ച് ഇതാണ് പാക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതായത് അപ്പോൾ തന്നെ അരച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻസിനോട് പറയും, അതായത് ഇപ്പൊ ഒരു ഏതെങ്കിലും ദിവസം, ഇപ്പൊ ശനിയോ അല്ലെങ്കിൽ തിങ്കളോ വരുന്ന ദിവസം അത് ഒന്നിച്ച് എല്ലാരെയും വിളിക്കും ആ ടൈമിൽ. ഇപ്പൊ ഫേഷ്യൽ ആണെങ്കിൽ ആ ടൈമിലുള്ളവരെ ഒന്നിച്ച്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ഫേഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, കിട്ടാൻ പ്രയാസം, വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാല് ഒരു 52 കൂട്ടം അല്ല 42 കൂട്ടം ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ പണ്ടത്തെ കൂട്ട് എല്ലാ ഫേഷ്യലിനും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരേ രീതിയാണ്? അല്ല, ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ സ്കിന്ന് തന്നെ 3 തരമുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേരെന്താ പറയൂ? കുമാർ. ഓക്കെ, സംസാരിച്ചോളൂ. ഭാര്യയ്ക്ക് 45 വയസ്സായി. കീമോതെറാപ്പി ചെയ്ത് മുടിയെ എല്ലാം കൊഴിഞ്ഞു. അതിന് വളരുമെന്ന് അറിയാനായിട്ടാണ്. ഹലോ, കേക്കാമോ? കേക്കാം. വൈഫിന് ഇപ്പം കീമോതെറാപ്പി ചെയ്തിട്ട് മുടി പൊഴിഞ്ഞു പോയിന്നല്ലേ പറഞ്ഞു എന്നോട്? അതിനൊരു കാര്യം ചെയ്യണം. അതിന് തൽക്കാലമായിട്ട് ഈ ഒരു ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് ക്ലിനിക്കിൽ വന്നിട്ട് ആ മുടി ഒഴിച്ചിലിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷമരുന്നാണ്. അത് 1 മണിക്കൂറാണ് തലയിലിട്ട് ഇരിക്കേണ്ടത്. ഇരുന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഒഴിച്ചിൽ നിൽക്കും. എന്തോ? ഇല്ല, വളർന്നു വരുന്നതിന് പ്രയാസമൊന്നുമില്ല. ആ മുഖത്തെ ആ ടെൻഷനും അതുപോലെ പുള്ളിക്കാരി സഫർ ചെയ്യുന്നതിനും ടെൻഷനും ഒക്കെ മാറ്റം ഉണ്ടാവും. ഇത് തിരുവല്ലയിലാണ്. പ്രോഗ്രാമിന്റെ അടിയിലും ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി.
ഓക്കെ, വിളിച്ചതിൽ നന്ദി. അപ്പോൾ ഡോക്ടർ, നമ്മൾ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് പറയുകയായിരുന്നു. പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് പല ഡിസീസിന്, അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാം കൂടി ഒരുമിച്ച് വിളിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലേ? കാരണം അല്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ്. കാരണം നമ്മളത് തൂക്കി മേടിക്കുന്നതാണ്. അപ്പൊ ഈ അരച്ചിങ്ങനെ വെക്കുക എന്നല്ലാതെ വെച്ചേക്കാൻ പാടില്ല, ഒട്ടുമില്ല. അത് അവരോട് നമ്മളെങ്ങനെ വെച്ചാൽ 9 to 10 ഓരോ അവർ ഓരോരുത്തർക്ക് കൊടുത്തേക്കുക. ഓ, അത് ശരി. അതനുസരിച്ച് ഓരോരുത്തർ വരുന്നു. ഇപ്പൊ ദൂരെ നിന്നൊക്കെ ട്രിവാൻഡ്രം വരുന്നവരുണ്ട്, എറണാകുളം വരുന്നവരുണ്ട്. അങ്ങനെ ദൂരെ നിന്ന് വരുന്നവരെല്ലാം നമ്മൾ ആ ടൈം അവർക്ക് ഫസ്റ്റിൽ കൊടുത്തിരിക്കും. അവർ മസ്റ്റായിട്ട് തലേദിവസം ചിലപ്പം അവിടെ വന്ന് താമസിക്കും, എവിടെയെങ്കിലും ചെയ്യും. ഈ 52 കൂട്ടം പച്ച മരുന്നുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏതെങ്കിലും പച്ച ഇലയായിട്ട് ആ രീതിയിലാണോ എടുക്കുക, അതോ നമ്മൾ ഉണങ്ങിയത്? അല്ലല്ല, പച്ച ഫ്രഷ് ആയിട്ട്. അതുകൊണ്ടാണ് വലിച്ചു പോകുന്നു പറഞ്ഞത്. ഉണക്കിലാണെങ്കിൽ അത്രയും നമുക്ക് വരത്തില്ല, ചില എഫക്ട് വരത്തില്ല. തന്നെയുമല്ല, ഇപ്പൊ ഒരു ഉണക്ക പച്ചമഞ്ഞൾ വെച്ചാലും ഫ്രഷ് പച്ചമഞ്ഞൾ വെച്ചാൽ രണ്ടായിട്ട് അതിന്റെ രീതി വരത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാണ്? പറയൂ. എവിടുന്ന് വിളിക്കുന്നു? കാസർഗോഡ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. മുഖക്കുരുവിന്റെ പ്രശ്നം ഉണ്ടായ വിളിച്ചതാ. അതെ, അത് കൊറേ കാലമായി മൂക്കുരു ഇങ്ങനെ ഉണ്ടായിട്ട്. വിളിക്കുന്ന ആളിന് എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. 17 വയസ്സ്. എണ്ണമയമുള്ള ഒരു ബോഡി മുഖമാണോ? മീൻസ് ഓയിൽ സ്കിൻ ആണോ? അതെ. ചിപ്സ് ഒക്കെ കഴിക്കുന്ന ആളാണോ കൂടുതലും? ഏത് മീൻസ് വറുത്ത സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളാണോ? അങ്ങനെയല്ല, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആണ് അല്ലേ? ഓക്കെ. മുഖക്കുരുവിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ശരിക്കും ക്ലിനിക്കിൽ ബന്ധപ്പെട്ടാലേ പറ്റത്തുള്ളൂ. തൽക്കാലമായിട്ട് ഇപ്പൊ ഞാനൊരു ചെറിയൊരു കൂട്ടം പറയാം, നോക്കൂ. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ. ഇച്ചിരി ഇപ്പൊ ആണുങ്ങളല്ലേ, ആൺകുട്ടിക്കല്ലേ ഇത്? 17 വയസ്സുള്ള ആൺകുട്ടിക്കല്ലേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇച്ചിരി തൽക്കാലമായിട്ട് വേപ്പിലയും പച്ച മഞ്ഞളും കൂടി അരച്ച് ഒന്ന് മുഖത്ത് 10 മിനിറ്റ് ഒന്നിട്ട് 15 മിനിറ്റ് ഇട്ടിട്ട് ശേഷം ഉണങ്ങിയ ശേഷം കടലമാവ് വെച്ച് കഴുകുക. ഓക്കെ? അതെ. എന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. പോയില്ലെങ്കിൽ ഒരാഴ്ച നോക്കുക. പോയില്ലെങ്കിൽ ഇതിനൊരു പാക്ക് ഉണ്ട്. അത് ശരിക്കും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. 42 കൂട്ടമുള്ള ഒരു മരുന്നാണ് അതൊക്കെ. അത് ക്ലിനിക്കിൽ ബന്ധപ്പെടണം. നിങ്ങളുടെ കോണ്ടാക്ട് എങ്ങനെയാണ്? അത് ഇത് പ്രോഗ്രാമിന്റെ താഴെ കാണിക്കുന്നുണ്ടല്ലോ, നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മളിപ്പോ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പൊ ഈ മുഖക്കുരു ഉണ്ടാവാനായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുഖക്കുരു കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് കിട്ടും. അത് ഫസ്റ്റ് ഒരു ഫേഷ്യൽ, അതിന് ഫേഷ്യൽ നമ്മൾ പറയുന്നത്. അപ്പൊ ആ പാക്ക് ഇട്ട് കഴിയുമ്പോ ഫസ്റ്റ് തന്നെ ആ മുഖക്കുരു ഒക്കെ ചുങ്ങും. അത് ശരി. അപ്പൊ അവരോട് നമ്മൾ പ്രത്യേകം പറയും, നിങ്ങൾ കൈകൊണ്ട് പൊട്ടിക്കരുത്. അതെ, കുട്ടികൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ പാടായി പോകും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അതിന് റൂട്ടുണ്ട്. ആ റൂട്ടിലാണ് നമ്മൾ തുടങ്ങുന്നേ. അപ്പൊ സാധാരണ ഡോക്ടേഴ്സിനെ ആ റൂട്ട് ശരിക്കും അറിയത്തുള്ളൂ. എന്നുവെച്ചാൽ ബ്ലഡും പഴുപ്പും എല്ലാം വരുന്ന ഒരു ആ റൂട്ടുണ്ട്. അത് ശരിക്കും ക്ലിക്ക് ചെയ്ത് ശരിക്കും പ്രസ് ചെയ്താൽ അത് വരുത്തുള്ളൂ. അല്ല നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിന് പാട് വരും. അപ്പൊ ഇത് ആ രീതിയിൽ എടുത്ത് കളഞ്ഞ ശേഷം മരുന്നും നമ്മൾ ഒരു ഇൻഹലേഷൻ എന്ന് പറഞ്ഞ ഇത് കൊടുക്കും, സ്റ്റീമിങ്. അതിനകത്തെല്ലാം പച്ച മരുന്നായിരുന്നു. അല്ല, അതിന് ഞാൻ പറഞ്ഞാൽ ഒരു ഫേഷ്യൽ രീതിയാ. പിന്നെ ഐസിങ് നമ്മൾ ചെയ്യും. ഐസിങ് ചെയ്യുന്നതും നമ്മൾ പച്ച മരുന്നുകൊണ്ട് അതിനകത്ത് നേരത്തെ ആ വെള്ളത്തിലിട്ട് ഐസാക്കും. ഐസാക്കി ശേഷം വെച്ച ശേഷമാണ് ഐസിങ് അത് നല്ലതായിട്ട് ചെയ്യും. അതിനുശേഷമാണ് ഈ പാക്ക്, അതായത് പച്ച മരുന്ന് ഇടുന്നത്. അതിന് അവരോട് പ്രത്യേകം പറയും, ഫേഷ്യൽ ചെയ്യുന്നവരോട്, അതായത് മുഖക്കുരുവിന് വേണ്ടി 2 മണിക്കൂർ വേണം. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ക്ലിനിക്കിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ, അത് ക്യൂർ ആകുക. അതാ ഇമ്പോർട്ടൻറ്റ്. എന്നുവെച്ചാൽ ഒരു വ്യക്തി വന്നാൽ അത് ക്യൂർ ആണ്. അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒരു വന്നിരുന്നു, അതെ, ഫാൻ ഇട്ട് ഉണക്കി ഒന്നും കാര്യമില്ല. അത് ഇരുന്ന് ആ 1 മണിക്കൂർ ഒന്ന് പിടിച്ചാല് പൂർണ്ണമായി പോവും. പാട് വരെ മാറുന്നുണ്ട്. പക്ഷെ കിഴിഞ്ഞ പാട് പോവില്ല. ഇപ്പോഴേ ഞാൻ പറയാം, അല്ലാത്ത പാട്, അതായത് ഇതിൽ കിടക്കുന്ന പാട് മാറും. ഡോക്ടർ, നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേക്കാം, പറഞ്ഞോളൂ. പള്ളിക്കൽ ഷഹനയാണ്. എന്താ മോളെ? എനിക്ക് 21 വയസ്സുണ്ട്. മുഖത്തെ കറുത്ത പുള്ളികള് മാറുന്നില്ല. എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. കറുത്ത കുഞ്ഞു കുഞ്ഞു പുള്ളികളാണോ?
ഓ കറുത്ത കുഞ്ഞു കുഞ്ഞു മറു പോലെ കുഞ്ഞു കുഞ്ഞു പുള്ളികളാണോ? ആ അത് തന്നെ. അത് തന്നെ. എത്ര വയസ്സിന് മോക്ക്? 23. 23. മെൻസൽ കറക്റ്റ് ആണോ? മെൻസ്ട്രൽ ഒക്കെ പീരീഡ് കറക്റ്റ് തന്നെ. കറക്റ്റ് ആണ്. ഡിസോർഡേഴ്സ് ഒന്നും ഇല്ല? ഇല്ല. ഇല്ല. ഉറക്കക്കുറവോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ ഉറക്കക്കുറവുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇത് എത്ര നാളായി ഇങ്ങനെ വന്നാൻ തുടങ്ങിയിട്ട്? ഇത് ഞാൻ പിന്നെ 8-ലോ 9-ലോ പഠിക്കുമ്പോ തൊട്ടാണ് ഇങ്ങനെ മുഖത്ത് കാണാൻ തുടങ്ങി. 8-ലോ 9-ലോ ഒക്കെ പഠിക്കുമ്പോ അല്ലേ? 8 പഠിക്കുമ്പോഴാണ് ആദ്യം മെൻസസ് ആവുന്നത്. എനിക്ക് മനസ്സിലായി. ഓക്കെ, മോളൊരു കാര്യം ചെയ്യ്. ഇത് ശരിക്കും മോളിനോട് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് ചിലത് ചോദിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ പറ്റില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് മോക്ക് ആ മുഖത്തിനൊരു ചെറിയൊരു വ്യത്യാസം വരുമ്പോ ഒന്ന് നോക്കാനായിട്ട് ഞാൻ ചെറിയൊരു വിദ്യ പറഞ്ഞുതരാം. ഓക്കെ, ഇച്ചിരി പച്ചമഞ്ഞളിനകത്ത് ഇച്ചിരി നാരങ്ങയും കൂടി അരയ്ക്കണം. അരച്ചെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി കടലമാവും കൂടി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി തൈരും കൂടി മോള് ചേർക്കണം കേട്ടോ. 1 സ്പൂണ് നാരങ്ങ നീര്, 1 സ്പൂണ് തൈര്, 1 സ്പൂൺ കടലപ്പൊടി. ഓക്കെ, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മോൾ എന്നോടൊന്ന് പറയണം വിളിച്ച്. ഇല്ല എങ്കിൽ ഇതിന് ഫേഷ്യലായിട്ട് ഒരു പാക്ക് ഉണ്ട്, 52 കൂട്ടമുള്ള ഒരു പാക്കാണ്. അത് ഇടുമ്പോ മിക്കവാറും ഫോൺ നമ്പർ ഡോക്ടറെ ഇതിന്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടരും.